നമസ്കാരം. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ഫ്ലോറിഡ, പ്ലൂട്ടോ റിക്കോ, ബർമുഡ ദ്വീപ് എന്നിവയെ ബന്ധിപ്പിച്ചു കിടക്കുന്ന ഏതാണ്ട് 5 ലക്ഷം ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള കടൽ പ്രദേശം. ഇതാണ് ലോകം ബർമുഡ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്ന മരണക്കെണി. നൂറ്റാണ്ടുകളായി ഇവിടെ നൂറുകണക്കിന് കപ്പലുകളും വിമാനങ്ങളും ഒരു അടയാളം പോലും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമായിട്ടുണ്ട്. കാണാതായ ഒന്നിൻ്റെ പോലും അവശിഷ്ടങ്ങളോ അതിൽ സഞ്ചരിച്ചവരുടെ ശരീരങ്ങളോ ഇന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇതിനെ ലോകത്തിലെ ഏറ്റവും വലിയ നിഗൂഢതയാക്കി മാറ്റുന്നത്. 15-ാം നൂറ്റാണ്ടിൽ ക്രിസ്റ്റഫർ കൊളംബസ് ഈ പ്രദേശം കടന്നുപോയപ്പോൾ കണ്ട വിചിത്രമായ വെളിച്ചങ്ങളും തൻ്റെ വടക്കുനോക്കി യന്ത്രം ഭ്രാന്തമായി കറങ്ങുന്നതും രേഖപ്പെടുത്തിയതോടെയാണ് ഈ രഹസ്യങ്ങളുടെ തുടക്കം. ഇന്നും ശാസ്ത്രലോകം ഈ പ്രഹേളിയയ്ക്ക് മുമ്പിൽ ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ്. ബർമുഡ ട്രയാങ്കിളിലെ ഏറ്റവും പ്രശസ്തമായ സംഭവം 1945 നടന്ന ഫ്ലൈറ്റ് 19 എന്ന 5 US നാവിക വിമാനങ്ങളുടെ തിരോധാനമാണ്. പതിവ് പരിശീലന പറക്കലിനിടെ അപ്രത്യക്ഷമായ ഈ വിമാനങ്ങളെ തിരയാൻ പോയ PBM മാരിനർ എന്ന മറ്റൊരു വിമാനവും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. വിമാനങ്ങൾ അപ്രത്യക്ഷമാകുന്നതിന് തൊട്ടു മുമ്പ് പൈലറ്റുമാർ അയച്ച റേഡിയോ സന്ദേശങ്ങളിൽ പറഞ്ഞത് തങ്ങളുടെ കോമ്പസുകൾ പ്രവർത്തിക്കുന്നില്ലെന്നും ആകാശം വിചിത്രമായ വെളുത്ത നിറത്തിലേക്ക് മാറുന്നുവെന്നുമാണ്. കടൽ വെള്ളത്തിന് സാധാരണ നിറമല്ലെന്നും അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സംഭവം ലോകമെമ്പാടും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. കടലിനടിയിൽ മറ്റൊരു ലോകത്തേക്കുള്ള കവാടമുണ്ടോ എന്ന സംശയം ഇതോടെയാണ് ഉണ്ടായത്. മനുഷ്യന്റെ സാങ്കേതിക വിദ്യയെ പോലും നിഷ്പ്രഭമാക്കുന്ന എന്തോ ഒന്ന് അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു. ശാസ്ത്രീയമായ വിശകലനങ്ങളിൽ പല സിദ്ധാന്തങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. കടലിനടിയിലെ കൂറ്റൻ മിഥേൻ ഗ്യാസ് കുമിളുകൾ ഇതിന് കാരണമാണെന്ന് ചില ഗവേഷകർ പറയുന്നു. അടിത്തട്ടിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്ന ഈ ഗ്യാസ് വെള്ളത്തിന്റെ സാന്ദ്രത കുറയ്ക്കുകയും തന്മൂലം കപ്പലുകൾക്ക് പൊങ്ങിക്കിടക്കാൻ കഴിയാതെ നിമിഷങ്ങൾക്കുള്ളിൽ മുങ്ങിപ്പോകുകയും ചെയ്യുന്നു. എന്നാൽ ആകാശത്ത് വിമാനങ്ങൾ അപ്രത്യക്ഷമാകുന്നതിന് ഈ സിദ്ധാന്തം ഉത്തരം നൽകുന്നില്ല. മറ്റൊരു സിദ്ധാന്തം ഹെക്സഗൺ ക്ലൗഡ്സ് അഥവാ ഷഡ്ഭുജ മേഘങ്ങളെ കുറിച്ചാണ്. ഈ മേഘങ്ങൾ സൃഷ്ടിക്കുന്ന അതിശക്തമായ വായു ബോംബുകൾക്ക് ഒരു വിമാനത്തെയോ കപ്പലിനെയോ തകർത്ത് കളയാനുള്ള ശേഷിയുണ്ട്. എന്നിരുന്നാലും തകർന്ന ഭാഗങ്ങൾ എവിടെ പോകുന്നു എന്ന ചോദ്യം ഇന്നും ബാക്കിയാണ്. ആത്മീയവും നിഗൂഢവുമായ വശങ്ങൾ പരിശോധിച്ചാൽ വെള്ളത്തിനടിയിലായ പുരാതന നഗരമായ അറ്റ്ലാന്റിസ് ബർമുഡ ട്രയാങ്കിളിന്റെ താഴെയാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അവിടെയുള്ള ഊർജ്ജ സ്രോതസ്സുകൾ ഇന്നും സജീവമാണെന്നും അവ സൃഷ്ടിക്കുന്ന കാന്തിക മണ്ഡലങ്ങളാണ് കപ്പലുകളെയും വിമാനങ്ങളെയും ആകർഷിക്കുന്നതെന്നും പറയപ്പെടുന്നു. കൂടാതെ അന്യഗ്രഹ ജീവികളുടെ സങ്കേതം സമുദ്രത്തിനടിയിലുണ്ടെന്നും മനുഷ്യരെ അവർ പരീക്ഷണങ്ങൾക്കായി പിടിച്ചുകൊണ്ടു പോകുന്നതാണെന്നും UFO നിരീക്ഷകർ വാദിക്കുന്നു. പല പൈലറ്റുകളും ഈ പ്രദേശത്ത് വിചിത്രമായ വെളിച്ചങ്ങളും അജ്ഞാത വാഹനങ്ങളും കണ്ടെത്തിയതായും സാക്ഷ്യപ്പെടുത്തുന്നു. ശാസ്ത്രം കണ്ടെത്തിയ ഇലക്ട്രോണിക് ഫോഗ് എന്ന പ്രതിഭാസം ടൈം ട്രാവലുമായി ബന്ധപ്പെട്ട ഒന്നാണോ എന്ന സംശയവും നിലനിൽക്കുന്നു. ഓരോ വർഷവും അവിടെ നടക്കുന്ന പുതിയ സംഭവങ്ങൾ ഈ രഹസ്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. സമുദ്രം ഇന്നും അതിൻ്റെ രഹസ്യങ്ങൾ മനുഷ്യന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നമ്മൾ കണ്ടുപിടിച്ച ശാസ്ത്ര നിയമങ്ങൾക്കും അപ്പുറത്ത് പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്ന അദൃശ്യമായ ശക്തികളുടെ തെളിവാണ് ബർമുഡ ട്രയാങ്കിൾ. കടലിൽ കാണാതാകുന്ന കപ്പലുകൾ സമുദ്രത്തിന്റെ അടിത്തട്ടിലെ അജ്ഞാതമായ നഗരത്തിലേക്കാണ് പോകുന്നതെന്ന് ലോകം ഇനിയും അറിയാനിരിക്കുന്നതേ ഉള്ളൂ. നിഗൂഢതകൾ അവസാനിക്കുന്നിടത്ത് പുതിയൊരു സത്യം തെളിയുന്നതുവരെ ബർമുഡ ട്രയാങ്കിൾ ലോകത്തിന്റെ ഭീതിയും കൗതുകവുമായി നിലനിൽക്കും. വെബ് ഡെസ്ക് തത്തുമൈ TV.